ഇടുക്കി ജില്ലയിൽ 13 വില്ലേജുകളിലായി 86,000 ഹെക്ടർ ഭൂമിയുടെ സർവേ പൂർത്തിയായി. 2026ഓടെ ഡിജിറ്റൽ റീസർവേ പൂർത്തിയാക്കി ഭൂവുടമകൾക്ക് ATM കാർഡിന്റെ രൂപത്തിലുള്ള റവന്യൂ കാർഡ് നൽകാനാവുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. 2022 നവംബർ 1 ആരംഭിച്ച എൻ്റെ ഭൂമി ഡിജിറ്റൽ റീസർവേയിലൂടെ സംസ്ഥാനത്താകെ 220 വില്ലേജുകളിലായുള്ള 5.32 ലക്ഷത്തോളം ഹെക്ടർ ഭൂമിയുടെ രേഖകൾ ഡിജിറ്റലായപ്പോൾ ജില്ലയിൽ 13 വില്ലേജുകളിലായി 86,000 ഹെക്ടർ ഭൂമിയുടെ സർവേ പൂർത്തിയായി. ഇതിൽ ഇരട്ടയാർ വില്ലേജിൽ സെക്ഷൻ 9 പ്രകാരമുള്ള കരട് വിജ്ഞാപനമിറക്കി. പരാതികൾ പരിഹരിച്ച സെക്ഷൻ 13 പ്രകാരം അന്തിമ വിജ്ഞാപനത്തിനുള്ള നടപടികളിലേക്ക് കടന്നു. ഒന്നാം ഘട്ടത്തിൽ 13 വില്ലേജുകളിലാണ് സർവേ പൂർത്തിയാക്കേണ്ടിയിരുന്നത്. ഇതിൽ ശാന്തമ്പാറ ഒഴികെയുള്ള 12 വില്ലേജുകളിലും നടപടികൾ അന്തിമഘട്ടത്തിലാണ്. ചിന്നക്കനാൽ, ബൈസൺ വാലി, ചതുരംഗപ്പാറ, കൽക്കൂന്തൽ, കരുണാപുരം, പെരിയാർ, വാത്തിക്കുടി, ഇടുക്കി, പെരുവന്താനം, രാജാക്കാട്, മഞ്ചുമല വില്ലേജുകളിലാണ് സർവേ നടപടികൾ പൂർത്തിയാക്കി കരട് വിജ്ഞാപനമിറക്കിയത്. രണ്ടാം ഘട്ടത്തിൽ 11 വില്ലേജുകളിലാണ് സർവേ പൂർത്തിയാക്കേണ്ടത്. ഇതിൽ തൊടുപുഴ താലൂക്കിലെ മണക്കാട് വില്ലേജിൽ സർവേ പൂർത്തിയാക്കി. 2026ഓടെ ഡിജിറ്റൽ റീസർവേ പൂർത്തിയാക്കി ഭൂവുടമകൾക്ക് ATM കാർഡിന്റെ രൂപത്തിലുള്ള റവന്യൂ കാർഡ് നൽകാനാവുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. ഭൂവിവരങ്ങൾ ഒറ്റ ക്ലിക്കിലൂടെ അറിയാൻ കഴിയുന്നത് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ജോലിഭാരം കുറയ്ക്കും. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.